വിവാദങ്ങൾക്കൊടുവിൽ ഭാര്യയോട് മാപ്പ് പറഞ്ഞ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ഭാര്യ ബിന്ദുവുമായി മന്ത്രി രാത്രി ഫോണിൽ സംസാരിച്ചു എന്നാണ് വിവരം. പരാതിയുമായി പോകില്ല എന്നാണ് ബിന്ദു ഇപ്പോൾ പറയുന്നത്. പ്രശ്നം ഒത്തുതീർക്കലിന്റെ സൂചനയിലേക്കാണ് പോകുന്നത്. മുഖ്യമന്ത്രിയെ കണ്ട് ഇന്ന് കെ.ബി. ഗണേഷ് കുമാർ കാര്യങ്ങൾ വിശദീകരിച്ചേക്കും എന്നും സൂചനയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സെയ്ഫ് സൈൻലാബ്ദീൻ തിരുവനന്തപുരത്ത്. സെയ്ഫ്, ഈ വിവാദം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ ദിവസം അതിജീവിക്കാൻ ഗണേഷ് കുമാർ പ്രയാസപ്പെട്ടേനെ. പക്ഷേ വളരെ പൊടുന്നനെയുള്ള നീക്കത്തിലൂടെ ആ പ്രതിസന്ധിയെ ഏതാണ്ട് മറികടന്നോ ഗണേഷിന്റെ സംഘം? അതെ, ഗണേഷ് കുമാർ ആ പ്രതിസന്ധി മറികടന്നു എന്ന് വേണം വിലയിരുത്താൻ നിഷാദ്. ഇന്നലെ രാവിലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതിന് പിന്നാലെയാണ് ഭാര്യ ബിന്ദു ചില ആരോപണങ്ങളുമായി ഗണേഷ് കുമാറിനെതിരെ രംഗത്ത് വന്നത്. അവർ സെപ്പറേറ്റഡ് ആയിട്ടായിരുന്നു താമസം. പക്ഷേ ഗണേഷ് കുമാറിന്റെ വീട്, വാളകത്തെ വീട്ടിൽ താൻ ചെല്ലുന്ന സമയത്ത് ഒരു മോശമായ സാഹചര്യത്തിൽ ഗണേഷ് കുമാറിനെ കണ്ടു എന്നാണ് അവർ പറഞ്ഞത്. അതിനൊപ്പം തന്നെ ഇതിന്റെ ചിത്രങ്ങളെടുത്ത് തന്റെ ഫോൺ പിടിച്ചു മേടിക്കാൻ വേണ്ടി പേഴ്സണൽ സ്റ്റാഫുകൾ ശ്രമിച്ചിരുന്നു എന്നും കൂടി പറയുകയുണ്ടായി. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു മറ്റൊരു ആരോപണമായി അവർ മുന്നോട്ട് വെച്ചത്. ഇത് ഗണേഷ് കുമാറിനെ ആകെ കുഴപ്പത്തിലാക്കുന്നതായിരുന്നു. സംസ്ഥാന സർക്കാരിനെ ഇടതുമുന്നണി ആകെ വെട്ടിലാക്കുന്നതായിരുന്നു. കാരണം സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യഘട്ടം മുതൽ, ആദ്യ പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഈ സമയം വരെ സർക്കാരും ഇടതുമുന്നണിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ നേട്ടങ്ങളിലൊന്ന് സ്ത്രീ സുരക്ഷയാണ്. 2016 പിണറായി വിജയൻ അധികാരമേറ്റെടുത്തതിന് പിന്നാലെയാണ് ജിഷ വധക്കേസിലെ പ്രതിയെ പിടികൂടുന്നത്. ആ ഘട്ടം മുതൽ ഏറ്റവും ഒടുവിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് വരെയുള്ള സംഭവങ്ങളിൽ തങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇടതുമുന്നണിയിലെ ഒരു മന്ത്രിസഭയിലെ ഒരു അംഗത്തിനെതിരെ ഭാര്യ തന്നെ രംഗത്ത് വന്നതോടുകൂടി പ്രതിസന്ധി രൂക്ഷമായി. മന്ത്രിസ്ഥാനം തെറിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. ആ പോക്ക് അങ്ങോട്ട് തന്നെ ആയിരുന്നു. ഇടതുമുന്നണി നേതാക്കളുമായി നമ്മൾ രാവിലെ തന്നെ ഫോണിൽ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് കഴിഞ്ഞ കാലങ്ങളായി നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടതുമുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം സ്ത്രീ സുരക്ഷയാണ്. ആ മന്ത്രിസഭയിൽ ഒരു അംഗത്തിനെതിരെ ഭാര്യ തന്നെ രംഗത്ത് വരുമ്പോൾ അതിനെ എത്രത്തോളം ലഘൂകരിക്കാൻ കഴിയും എന്നുള്ള ചോദ്യം അവർ മുന്നോട്ട് വെക്കുന്നു. അതിനൊപ്പം തന്നെ അവർ പറഞ്ഞത് ഇതിൽ ആരോപണമാണ്, പരാതിയുമായി അവർ രംഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകേണ്ടി വരും എന്ന് പറയുക വഴി ഗണേഷ് കുമാറിന്റെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന സൂചനയാണ് നൽകിയത്. ഇപ്പോൾ അല്പസമയം മുമ്പ് ബിന്ദുവുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഗണേഷ് കുമാർ സംസാരിക്കുന്നതിനിടയിൽ 112 വിളിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. വട്ടുള്ളവർക്ക് 112 വിളിക്കാം എന്ന ഒരു വാചകം, ആ വാചകത്തിലാണ് ഇവരെ പ്രൊവോക്ക് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്, ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോഴത്തെ ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്കിലാണ് എന്നാണ് ബിന്ദു ഇപ്പോൾ പറയുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി ഗണേഷ് കുമാർ തൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. ഇതിനിടയിൽ ഒരുപാട് ഫോൺ കോൾ വന്നു. താൻ ഒരു ഫോൺ കോളും എടുത്തില്ല. ഇന്നലെ രാത്രിയോടുകൂടി ഗണേഷ് കുമാർ തൻ്റെ ഫോണിലേക്ക് വിളിച്ചു. അപ്പോഴും താൻ ഫോൺ എടുത്തില്ല. അങ്ങനെ തൻ്റെ സഹോദരിയുടെ ഫോണിലേക്ക് വിളിക്കുകയുണ്ടായി. സഹോദരിയുടെ ഫോണിലേക്ക് വിളിച്ച് താൻ ബിന്ദുവിനെ കുറിച്ച് പറഞ്ഞത് തെറ്റായിപ്പോയി, ക്ഷമിക്കണം എന്ന വാചകം അദ്ദേഹം പറഞ്ഞു എന്നാണ്, ഇന്നലെ രാത്രി പറഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ബിന്ദുവുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു, ക്ഷമാപണം നടത്തി. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തമ്മിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന പ്രശ്നമാണ്, അതിനെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്ന് ഗണേഷ് കുമാർ പറയുകയും ഇത് അവർ അംഗീകരിക്കുകയും ചെയ്തു. അവരോട് സംസാരിക്കുമ്പോൾ അവർ ഇപ്പോൾ പറയുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ താൻ തയ്യാറല്ല, അങ്ങനെ ഒരു പരാതി പോലീസിലടക്കം കൊടുക്കുന്നില്ല. ഇത് വ്യക്തിപരമായി ഞങ്ങൾ രണ്ടുപേരുടെയും കാര്യമാണ്. പൊതുസമൂഹത്തോട് ഗണേഷ് കുമാർ മാപ്പ് പറയേണ്ട കാര്യമില്ല. കാരണം ഭാര്യ എന്ന നിലയിൽ എനിക്കുണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ടാണ് അത്. അതുകൊണ്ട് തന്നെ എന്നോട് മാപ്പ് പറഞ്ഞാൽ തീരും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് പുറത്തുപോയി പൊതുസമൂഹത്തിനോട് മാപ്പ് പറയേണ്ട കാര്യമില്ല. എന്നോട് അദ്ദേഹം ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തോളാം. 2014 തോന്നുന്നു അദ്ദേഹം ബിന്ദു മേനോനെ കല്യാണം കഴിക്കുന്നത്. കഴിഞ്ഞ ഒരു 13 വർഷക്കാലമായി ഞങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം ഞങ്ങളത് പറഞ്ഞു തീർത്താണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനിയും ആ പ്രശ്നം പറഞ്ഞു തീർത്ത് തന്നെ മുന്നോട്ട് പോകും. പുറത്തേക്ക് അത് കൊണ്ടുപോകേണ്ടതില്ല, മൂന്നാമതൊരാളെ ഇതിന്റെ ഭാഗമാക്കേണ്ടതില്ല എന്ന് ഗണേഷ് കുമാർ പറയുകയും അത് അംഗീകരിക്കുകയും ചെയ്തു. ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ അടക്കം, പൊതുജനങ്ങളോടാണ് അവരുടെ അഭ്യർത്ഥന, സോഷ്യൽ മീഡിയയിൽ അടക്കം തൻ്റെ വിവാഹ ജീവിതവും താനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ആരും നൽകരുതേ എന്ന അഭ്യർത്ഥന കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നതിൻ്റെ കൃത്യമായ സന്ദേശമായി നമുക്കിതിനെ കാണേണ്ടിയിരിക്കുന്നു. ഒരു മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന ഭീതിയിൽ നിന്ന് ഗണേഷ് കുമാർ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം 10 മണിയോടുകൂടി ആരംഭിച്ചിട്ടുണ്ട്.